ഇറ്റലിയിൽ 2 ഇന്ത്യക്കാർ വെടിയേറ്റു മരിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ വരികയാണ്. ബെർഗാമോ പ്രവിശ്യയിലെ കോവോ നഗരത്തിലാണ് സംഭവം. അക്രമത്തിന് ശേഷം പ്രതികൾ കാറിൽ കടന്നു കളഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. അച്യുതൻ, ഈ സംഭവത്തെക്കുറിച്ച് നമുക്ക് പുറത്തുവരുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇതെപ്പോൾ നടന്ന സംഭവമാണ്? ഇതിൽ ഇന്ത്യൻ അധികൃതർ ഇടപെടുന്നുണ്ടോ? പ്രജിൻ അസിത, അതായത് വെള്ളിയാഴ്ച അർദ്ധരാത്രിയാണ് ഈ സംഭവം നടന്നതായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 2 ഇന്ത്യക്കാരാണ് ഈ ഇറ്റലിയിലെ ബെർഗാമോ പ്രവിശ്യയിലെ കോവോ നഗരത്തിൽ ഈ വെടിയേറ്റ് മരിച്ചത്. അതായത് ഈ ആരാധനയ്ക്ക് ഉപയോഗിച്ചിരുന്ന ഒരു വെയർഹൗസ് ഉണ്ടായിരുന്നു. അവിടെ ഈ വൈശാഖി ഉത്സവത്തിന്റെ ഭാഗമായി ഇവർ ഒത്തുകൂടിയ ശേഷം പുറത്തേക്ക് ഇറങ്ങുന്ന സാഹചര്യത്തിൽ അവിടെ ഒരു ഗുരുദ്വാര, ആ ഗുരുദ്വാരയുടെ പരിസരത്ത് വെച്ചിട്ടാണ് ഈ 2 പേർക്ക് നേരെ ഈ ഒരു സംഘം എത്തി ഈ വെടിവയ്പ് നടത്തിയിരിക്കുന്നത്. അതിൽ എത്ര ആളുകളുണ്ട്, പ്രതികൾ ഒരാളാണോ അതിൽ കൂടുതലാണോ എന്ന കാര്യത്തിൽ പോലും വ്യക്തതയില്ല. പക്ഷേ കാറിലായിരുന്നു ഇവർ കടന്നു കളഞ്ഞത് എന്നുള്ള ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. രഗീന്ദർ സിംഗ്, ഗുർമിത് സിംഗ് എന്നിവരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. സംഭവത്തിൽ ബന്ധപ്പെട്ട അധികാരികൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഒരു വാക്കുതർക്കത്തിനെ തുടർന്നുണ്ടായ ഒരു ആക്രമണമല്ല എന്ന കാര്യം പ്രാഥമിക അന്വേഷണത്തിൽ തെളിഞ്ഞിരിക്കുന്നു. മറിച്ച് ഇതൊരു ആസൂത്രിതമായിട്ടുള്ള കൊലപാതകമാണ് എന്ന നിഗമനത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ സംഘമുള്ളത്. കാരണം കൃത്യമായ പദ്ധതി ഇട്ട ശേഷമാണ് ഈ സംഘം എത്തി ആക്രമണം നടത്തിയതെന്നുള്ളതാണ്. പക്ഷേ ദൃക്സാക്ഷികൾ പറയുന്നതനുസരിച്ച് ഈ 2 പേർക്കെതിരെയും വെടിവെച്ച ആൾ ഗുരുദ്വാരയിൽ വരാറുണ്ട്, ഇവർക്കൊപ്പം വരാറുണ്ട് എന്നുള്ളൊരു മൊഴി ചിലർ നൽകിയതായി കൂടിയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതിന്റെ ആധികാരികത സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമല്ല. എന്തായാലും സംഭവത്തിൽ ഈ അന്വേഷണം, ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. പ്രജിൻ അസിത. ശരി, ആർ അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.